മൈക്രോവേവ് ആൻഡ് ഫോട്ടോണിക് ഡിവൈസസ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ് മൈക്രോവേവ് ആൻഡ് ഫോട്ടോണിക് ഡിവൈസസ്. നിങ്ങൾ റേഡിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് ടണൽ ഡയോഡാണ്. നമ്മുടെ ഈ റേഡിയേഷൻ ഫീൽഡിൽ മൈക്രോവേവ് ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് അല്ലെങ്കിൽ ഒരു കമ്പോണൻ്റാണ് ടണൽ ഡയോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ടണൽ ഡയോഡ് ഇസ് എ ഹെവിലി ഡോപ്ഡ് PN ജംഗ്ഷൻ ഡയോഡ് ഇൻ വിച്ച് ദ ഇലക്ട്രിക് കറണ്ട് ഡിക്രീസസ് ആസ് ദ വോൾട്ടേജ് ഇൻക്രീസസ്. ഇതിൻ്റെ നമ്മൾ പഠിക്കാൻ പോകുന്ന മിക്ക കമ്പോണൻറ്റുകളിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം ഒരു ഫിനോമിനയാണ് ഈ നെഗറ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. ഈ ടണൽ ഡയോഡ് ആണെങ്കിലും മൈക്രോവേവ് ഡിവൈസ് ആണെങ്കിലും അതിൻ്റെ ഈ ആംപ്ലിഫിക്കേഷനും അതുപോലെ ഓസിലേഷൻസും എല്ലാം കാരണക്കാരനായിട്ടുള്ള ഒരു ഫിനോമിനയാണ് ഈ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, എ ടണൽ ഡയോഡ് ഇസ് എ ഹെവിലി ഡോപ്ഡ് PN ജംഗ്ഷൻ ഡയോഡ് ഇൻ വിച്ച് ദ ഇലക്ട്രിക് കറണ്ട് ഡിക്രീസസ് ആസ് വോൾട്ടേജ് ഇൻക്രീസസ്. നെഗറ്റീവ് റെസിസ്റ്റൻസ്. എന്താ നെഗറ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്? നെഗറ്റീവ് റെസിസ്റ്റൻസ് മീൻസ് ദ കറണ്ട് across the tunnel diode decreases when the voltage increases. In tunnel diode, electric current is caused by tunneling. The tunnel diode is very fast switching device in computers. It is also used in high frequency oscillators and amplifiers. അപ്പോൾ അതിൽ ഈ ടണൽ ഡയോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഹൈ ഫ്രീക്വൻസിയിൽ, അതായത് മൈക്രോ ഫ്രീക്വൻസിയിൽ ഇതിനെ ഓസിലേറ്റ് ചെയ്യിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതുമാത്രമല്ല ഹൈ പവറിൽ തന്നെ അത് ഉപയോഗിക്കാനും കഴിയും. Tunneling means a direct flow of electrons across a small depletion region from n-side conduction band to the p-side valence band. അതായത് ഈ പറയുന്ന നമ്മുടെ ഈ ടണൽ ഡയോഡ് ആവട്ടെ, വേറെ എന്തെങ്കിലും നമ്മുടെ ഇതുപോലുള്ള മൈക്രോവേവ് ഡയോഡുകളാവട്ടെ, നമ്മുടെ ഇമ്പാക്റ്റ് ഡയോഡ്, അതുപോലെ ഗൺ ഡയോഡ്, ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്ന ബൾക്ക് റീജിയനിലാണ്. അല്ലെ, നമ്മൾ പറയുന്നത് നോർമൽ റീജിയൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഡയോഡ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഫോർവേഡ് റീജിയൻ ഉണ്ട്. അപ്പോൾ ആ പിന്നെ കട്ട് ഓഫിന് മുമ്പുള്ള ഒരു റീജിയൻ ഉണ്ട് നമ്മുടെ ഈ VI ക്യാരക്ടറിസ്റ്റിക്സിൽ. അപ്പോൾ VI ക്യാരക്ടറിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് കാണുന്ന ഭാഗത്തിനാണ് ബൾക്ക് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ബൾക്ക് റീജിയനിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ എല്ലാ പ്രോസസ്സുകളും നടക്കുന്നത്, അതായത് നമ്മുടെ ഈ ടണലിംഗ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് നോക്കിയാൽ ദ ജർമേനിയം മെറ്റീരിയൽസ് ഈസ് കോമൺലി യൂസ്ഡ് ടു മേക്ക് ദ ടണൽ ഡയോഡ്. They are also made from other types of materials such as gallium arsenide, gallium antimonide and silicon. അപ്പോൾ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡയോഡ് ഉണ്ടാക്കിയിട്ട് ആ ഡയോഡിൻ്റെ ഡിപ്ലീഷൻ ലെയർ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, നാരോ ആയിരിക്കും. വളരെ നേരോ ആയിട്ടുള്ള ഒരു ഡിപ്ലീഷൻ ലെയറാണ് ഉണ്ടാവുക. കാരണം എന്താ, ഹെവിലി ഡോപ്ഡ് PN ജംഗ്ഷൻ ആയിരിക്കും ഈ ഇങ്ങനെയുള്ള ഡിവൈസുകൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അത് മെയിനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ജർമേനിയം, സിലിക്കൺ, അതുപോലെ ഗാലിയം ആർസനൈഡ്, ഗാലിയം ആൻറ്റിമോണൈഡ് പോലുള്ള ഉപകരണം അല്ലെങ്കിൽ കമ്പോണൻറ്റ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇഫ് എ സ്മോൾ നമ്പർ ഓഫ് ഇമ്പ്യൂരിറ്റീസ് ആർ ആഡഡ് ടു ദ PN ജംഗ്ഷൻ ഡയോഡ്, എ വൈഡ് ഡിപ്ലീഷൻ റീജിയൻ ഈസ് ഫോംഡ്. നമുക്ക് നോർമൽ ഡയോഡിൻ്റെ കേസിലാണെങ്കിൽ നമ്മുടെ ഒരു ചെറിയ ഇമ്പ്യൂരിറ്റീസ് ആയിരിക്കും ആഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത്ര ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വൈഡർ ബാൻഡ് ഒരു ഡിപ്ലീഷൻ റീജിയൻ ആയിരിക്കും അതിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അതിലുണ്ടാവുന്നത്. ഇനി ഇഫ് എ ലാർജ് നമ്പർ ഓഫ് ഇമ്പ്യൂരിറ്റീസ് ആർ ആഡഡ് ടു ദ PN ജംഗ്ഷൻ ഡയോഡ്, എ നാരോ ഡിപ്ലീഷൻ റീജിയൻ ഈസ് ഫോംഡ്. അതാണ് പറയുന്നത്. അതായത് വളരെ ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള ഒരു PN ജംഗ്ഷൻ ആണെങ്കിൽ നാരോ ഡിപ്ലീഷൻ റീജിയൻ ആയിരിക്കും അതിൻ്റെ അകത്ത് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നോക്കിയാൽ ഓർഡിനറി PN ജംഗ്ഷൻ്റെ ഒരു ബാൻഡ് ഡയഗ്രമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് N റീജിയണും P റീജിയണും നോർമൽ ഒരു സപ്ലൈ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കട്ട് ഓഫ് വോൾട്ടേജ് ആവുന്നത് വരെ അത് വെയിറ്റ് ചെയ്തിട്ട് കട്ട് ഓഫ് വോൾട്ടേജ് ആവുന്ന സമയത്തായിരിക്കും അതിൻ്റെ കറണ്ട് മാക്സിമത്തിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നത്, അല്ലേ. അതിൻ്റെ ഒരു ബാരിയർ റെപ്രസെൻറ്റേഷനാണ്, ബാരിയർ കൊടുത്തിട്ടുണ്ട്. ഈ ഇലക്ട്രോണിക്സിന്, ഇവിടെയുള്ള ഈ ഫ്രീ ഇലക്ട്രോണിക്സിന് കിട്ടുന്ന എനർജി, നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ സപ്ലൈ കൊടുക്കുന്നത് എന്താണ്, ഈ ബാരിയറിനെ ഓവർകം ചെയ്യാനുള്ള വോൾട്ടേജ് ആയിരിക്കും കൊടുക്കണം. അപ്പോൾ 0.7 സിലിക്കണിൻ്റെ കേസിൽ 0.7 വോൾട്ടേജ് ആണെങ്കിൽ ഈ 0.7 വോൾട്ടേജിൻ്റെക്കാൾ കൂടുതൽ കിട്ടുന്ന സമയത്ത് മാത്രമേ ആ ബാരിയർ കടന്ന് ഇലക്ട്രോൺസിന് സഞ്ചരിക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ
ഓർഡിനറി ഡയോഡിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് കൊടുത്തിരിക്കുന്നത്. ടണൽ ഡയോഡ് ആണെങ്കിൽ എന്താണ് ടണൽ ഡയോഡിൻ്റെ പ്രത്യേകത? ഇവിടെ ബാരിയർ നോക്കിയാൽ വളരെ നാരോ ബാരിയറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബാരിയറിൻ്റെ ഉള്ളിലൂടെ ചെറിയൊരു ഇത് കിട്ടുമ്പോഴത്തേക്കും, ചെറിയൊരു സപ്ലൈ കിട്ടുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ചെറിയ എനർജി കിട്ടുമ്പോഴത്തേക്കും, അത് ചിലപ്പോൾ വോൾട്ടേജ് സപ്ലൈ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിലൂടെ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടെമ്പറേച്ചർ കൂടുന്നതിലൂടെ ആവാം. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഇത് മുകളിലൂടെ കടന്ന് ചെല്ലുക, അതായത് ബാരിയറിൻ്റെ വോൾട്ടേജ് കടന്ന് ചെല്ലുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ബാരിയർ വോൾട്ടേജ് എത്തുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, ഈ എൻ റീജിയനിൽ നിന്ന് പി റീജിയനിലേക്ക് ഇലക്ട്രോൺസ് ഡിഫ്യൂസ് ചെയ്ത് വരും, അല്ലെങ്കിൽ ടണൽ ചെയ്ത് വരും. ഇങ്ങനെ അതിനെ പറയുന്നത് ടണലിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഉള്ളിലൂടെ ബാരിയറിലൂടെ ടണൽ ചെയ്ത് വരും. ഓക്കെ, അത്തരം ഡയോഡുകളാണ് ടണൽ ഡയോഡ് എന്ന് പറയുന്നത്. ആ ഒരു ഫിനോമിന കാണിക്കുന്ന ഡയോഡുകളെയാണ് ടണൽ ഡയോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടണൽ ഡയോഡിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അൺബയാസ്ഡ് ഡയോഡ് സ്റ്റെപ്പ് 1 ആണ്. 5 സ്റ്റെപ്പുകളിലൂടെയാണ് ഈ ഒരു ടണൽ ഡയോഡിൻ്റെ ഓപ്പറേഷൻ പറയുന്നത്. അപ്പോൾ അൺബയോസ്ഡ് ടണൽ ഡയോഡ് ആണെങ്കിൽ when no voltage is applied to the tunnel diode, it is said to be unbiased tunnel diode. In tunnel diode, the conduction band of the n-type material overlaps with the valence band of the p-type material because of the heavy doping. അല്ലേ? അപ്പം ഇതിൻ്റെ ശ്രദ്ധിച്ചാൽ മതി, ഇതിൻ്റെ ബാൻഡ് ഡയഗ്രത്തിൽ ഇവിടെ പി ടൈപ്പിൻ്റെയും എൻ ടൈപ്പിൻ്റെയും ബാൻഡ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇവ രണ്ടും എന്താണ്, ഇതിൻ്റെ വാലൻസ് ബാൻഡും ഇതിൻ്റെ കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുകയാണ്. Because of this overlapping, the conduction-based electrons at n side and valence band holes at p side or nearly at the same energy level. Okay, ഇതിൻ്റെയും എനർജി ലെവൽ ഏതാണ്ട് സെയിം ആയിട്ട് നിൽക്കുകയാണ്. So when the temperature increases, some electrons tunneled from conduction band of the n region to the valence band of p region. In a similar way, holes tunneled from the valence band of the p region through the conduction band. അപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചെറിയ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാകുന്ന സമയം തന്നെ എന്ത് സംഭവിക്കും, ചിലപ്പോൾ ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇവിടുന്ന് കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് വാലൻസ് ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് കടന്നു ചെല്ലും. ഇനി സ്റ്റെപ്പ് 2 ആണ് സ്മോൾ വോൾട്ടേജ് അപ്ലൈ ടു ദ ടണൽ ഡയോഡ്. നമ്മൾ ചെറിയൊരു വോൾട്ടേജ്, നമ്മൾ നേരത്തെ ടെമ്പറേച്ചറിൻ്റെ കാരണം ചിലപ്പോൾ ഉണ്ടാവാം എന്ന് പറഞ്ഞതാണ്. എന്നാൽ ഇനി നമ്മൾ ഒരു പുറത്തുനിന്നൊരു വോൾട്ടേജ്, എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുക്കുകയാണ്. സ്മോൾ വോൾട്ടേജ്, അതായത് കട്ട് ഓഫ് വോൾട്ടേജിനേക്കാളും ചെറിയൊരു വോൾട്ടേജ് ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ സ്മോൾ വോൾട്ടേജ് സപ്ലൈ ടു ദ ടണൽ ഡയോഡ് വിച്ച് ഇസ് ലെസ് ദാൻ ദ ബിൽറ്റ് ഇൻ വോൾട്ടേജ് ഓഫ് ദി ഡിപ്ലീഷൻ ലെയർ. നോ ഫോർവേഡ് കറണ്ട് ഫ്ലോസ് ത്രൂ ദ ജംഗ്ഷൻ. അല്ലേ, നമുക്കറിയാം ഈ ഡിപ്ലീഷൻ ലെയറിനേക്കാളും അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ വോൾട്ടേജിനേക്കാളും കുറഞ്ഞ ഒരു വോൾട്ടേജാണ് കൊടുക്കുന്നതെങ്കിൽ ഒരിക്കലും ഡയോഡ് കണ്ടക്ട് ചെയ്തില്ല, അതായത് ഫോർവേഡ് കറണ്ട് ഉണ്ടാവുന്നില്ല ത്രൂ ദ ജംഗ്ഷൻ. However, a small number of electrons in the conduction band of the n region will tunnel to the empty states of the valence band in p region. അല്ലേ, n റീജിയനിൽ പി റീജിയനിലേക്ക് കുറച്ച് ഇലക്ട്രോൺസ് ടണൽ ചെയ്ത് വരും. ചെറിയൊരു ഇൻക്രിമെൻ്റ് അവിടെ ഉണ്ടാവും. ദിസ് വിൽ ക്രിയേറ്റ് എ സ്മോൾ ഫോർവേഡ് ബയാസ് ടണൽ കറണ്ട്. ദസ് ടണൽ കറണ്ട് സ്റ്റാർട്ട്സ് ഫ്ലോയിങ് വിത്ത് എ സ്മോൾ അപ്ലിക്കേഷൻ ഓഫ് വോൾട്ടേജ്. അല്ലേ, ഇനി സ്റ്റെപ്പ് 3 അപ്ലിക്കേഷൻ ഓഫ് വോൾട്ടേജ് സ്ലൈറ്റ്ലി ഇൻക്രീസ്. അതായത് നമ്മൾ നേരത്തെ കൊടുത്ത വോൾട്ടേജ് ചെറുതായിട്ടൊന്ന് കൂട്ടാണെന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ വെൻ ദ വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു ദ ടണൽ ഡയോഡ് ഈസ് സ്ലൈറ്റ്ലി ഇൻക്രീസ്ഡ് ദാൻ ദ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ എൻ സൈഡ് ടു ദ പി സൈഡ്. അല്ലേ, ഇവിടുന്ന് ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസ് എങ്ങോട്ട് പോകും, ഈ വാലൻസ് ബാൻഡിലേക്ക് പോകും. അപ്പം കുറച്ച് ഇവിടെ കാണാം, നമുക്ക് ചെറുതായിട്ട് ഇൻക്രീസ് ആവുന്നതായിട്ട് കാണാം. Because of the increase in the voltage, the overlapping of the conduction band and valence band is increased. In simple word, that energy level of n side conduction band becomes exactly equal to the energy level of p side valence band. As a result, maximum tunnel current. അല്ലേ, നോക്കിയേ, ഈ വാലൻസ് ബാൻഡും എൻ ടൈപ്പിൻ്റെ കണ്ടക്ഷൻ ബാൻഡും ഏതാണ്ട് ഒരേ ഓവർലാപ്പിംഗ് ആണ്, ഒരേ പൊസിഷനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു വോൾട്ടേജ് കിട്ടുമ്പോഴത്തേക്കും വളരെ വലിയൊരു ടണൽ കറണ്ട് ഇതിലൂടെ ഉണ്ടാകുന്നു. ഓക്കെ, ഇനി അപ്ലൈഡ് വോൾട്ടേജ് ഇസ് ഫർദർ ഇൻക്രീസ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ആ കൊടുക്കുന്ന വോൾട്ടേജ് വീണ്ടും ഇൻക്രീസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ഇഫ് ദ അപ്ലൈഡ് വോൾട്ടേജ് ഇസ് ഫർദർ ഇൻക്രീസ്ഡ് എ സ്ലൈറ്റ്ലി മിസ് അലൈൻഡ് ഓഫ് ദി കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ് ടേക്സ് പ്ലേസ്. അല്ലേ, നമുക്കറിയാം ഈ ഒരു കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിൽ ചെറുതായിട്ടൊരു മിസ് അലൈൻഡ് ആയി പോവാണ്.
സിൻസ് ദ കണ്ടക്ഷൻ ബാൻഡ് ഓഫ് ദി എൻ ടൈപ്പ് മെറ്റീരിയൽ ആൻഡ് വാലൻസ് ബാൻഡ് ഓഫ് ദി എൻ ടൈപ്പ് മെറ്റീരിയൽ സ്റ്റിൽ ഓവർലാപ്പ്. എന്നാലും ചെറുതായിട്ടൊരു ഓവർലാപ്പിംഗ് ഉണ്ട്. The electrons tunneled from the conduction band of the N region to the valence band of the P region cause small current flow, thus the tunneling current starts decrease. അതായത് നേരത്തെ ഉണ്ടായിരുന്ന അത്ര തന്നെ കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കില്ല അല്ലേ, കുറച്ചും കൊണ്ട് ഓവർലാപ്പിംഗ് തെറ്റി നിൽക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കുറയും, ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വരിക. ഇനി സ്റ്റെപ്പ് 5, അപ്ലൈഡ് വോൾട്ടേജ് ഇസ് ലാർജ്ലി ഇൻക്രീസ്ഡ്. വീണ്ടും നമ്മൾ ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇഫ് ദ അപ്ലൈഡ് വോൾട്ടേജ് ഇസ് ലാർജ്ലി ഇൻക്രീസ്ഡ് ദ ടണലിംഗ് കറണ്ട് ഡ്രോപ്സ് ടു 0 അറ്റ് ദിസ് പോയിന്റ്. ദ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ് നോ ലോങ്ങർ ഓവർലാപ്പ്. നോക്കി, പിന്നെ അവിടെ ഓവർലാപ്പിംഗ് ഇല്ല. അപ്പോൾ നമ്മൾ നോർമൽ ഡയോഡിൻ്റെ ഒരു രീതിയിലേക്ക് മാറി അതിൻ്റെ ബാൻഡ് ഡയഗ്രാം. No longer overlap, and the tunnel diode operates in the same manner as a normal PN junction diode. If the applied voltage is greater than the built-in potential of the application depletion layer, the regular forward current starts flowing through the tunnel diode. അതായത് വീണ്ടും നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കും, നമ്മുടെ ഈ പറയുന്ന പൊട്ടൻഷ്യൽ ബാരിയറിനേക്കാളും കൂടിയൊരു വോൾട്ടേജിൽ എത്തുന്ന സമയത്ത് അത് വീണ്ടും സാധാരണ ഡയോഡിൻ്റെ ഈ കറണ്ട് എക്സ്പൊണൻഷ്യൽ ഇൻക്രീസ് ചെയ്യുന്നത് പോലെ അതങ്ങ് ഇൻക്രീസ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു റീജിയൻ ഇവിടുന്ന് ഈ ഒരു വാലി പോയിന്റ് വി പി മുതൽ, അതായത് പീക്ക് പോയിന്റ് മുതൽ ഒരു വാലി പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് വരെയുള്ള റീജിയനാണ് നമ്മുടെ ഈ ടണൽ ഡയോഡിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ആ റീജിയൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ടണൽ ഡയോഡിനെ ആംപ്ലിഫയർ ആയിട്ടും അതുപോലെ ഓസിലേറ്ററൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ കാരണക്കാരനായിട്ടുള്ള ഈ ഒരു ഫീൽഡിനെ പറയുന്ന പേരാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നത്. നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. ഓക്കെ, ദ പോർഷൻ ഓഫ് ദ കർവ് ഇൻ വിച്ച് കറണ്ട് ഡിക്രീസസ് ആസ് ദ വോൾട്ടേജ് ഇൻക്രീസസ് ഈസ് എ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ഓഫ് ദ ടണൽ ഡയോഡ്. ഓക്കെ, ദ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ഓഫ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ടണൽ ഡയോഡ്. അതാണ് നമ്മുടെ ഈ ടണൽ ഡയോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ എടുത്ത് പറയുന്നത്. A tunnel diode operates in the negative resistance region, can be used as an amplifier or an oscillator. ഓക്കെ, ഇതാണ് നമ്മുടെ ഒറിജിനൽ ഗ്രാഫ്. ഇതാണ് വാലി പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെയാണ് പീക്ക് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടുന്ന് ഇവിടം വരെയുള്ള ഈ ഒരു റീജിയനെയാണ് നമ്മൾ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് വിളിക്കുന്നത്. നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ നെഗറ്റീവ് റെസിസ്റ്റൻസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നതാണ്. ഓക്കെ, ടണൽ ഡയോഡിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ലോങ് ലൈഫാണ്, ഹൈ സ്പീഡ് ഓപ്പറേഷനാണ്, അതുകൊണ്ട് തന്നെ മൈക്രോവേവിലേക്കാണ് അത് ഉപയോഗിക്കുന്നത്. ലോ നോയ്സ്, ലോ പവർ കൺസംഷൻ. ഡിസഡ്വാൻറ്റേജ് എന്താണ്? ടണൽ ഡയോഡ് കനോട്ട് ബി ഫാബ്രിക്കേറ്റഡ് ഇൻ ലാർജ് നമ്പർ. വളരെയധികം കൂടുതൽ ഒരു ബൾക്ക് എമൗണ്ട് ഒന്നും ഇത് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നില്ല. ബീങ് എ 2 ടെർമിനൽ ഡിവൈസ്, ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആർ നോട്ട് ഐസൊലേറ്റഡ് ഫ്രം ദ അനദർ. അതായത് 2 ടെർമിനൽ തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, അത് വളരെ വലിയ തോതിൽ അത് ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നില്ല. നമ്മുടെ നോർമൽ പി എൻ ജംഗ്ഷൻ ആണെങ്കിൽ പിയും എന്നും ഒരു എന്താ പറയുക വേറെ രീതിയിലാണ് നിൽക്കുന്നത്. എന്നിരുന്നാൽ ഈ ഒരു ഇതിൻ്റെ ജംഗ്ഷൻ എന്ന് പറയുന്നത് വളരെ നാരോ ആയതുകൊണ്ട് തന്നെ അതിന് നമ്മൾ അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്ലിക്കേഷൻസ് എന്താണ്? ടണൽ ഡയോഡ്സ് ആർ യൂസ്ഡ് ഇൻ ലോജിക് മെമ്മറി സ്റ്റോറേജ് ഡിവൈസസ്. ദേ ആർ യൂസ്ഡ് ഇൻ റിലാക്സേഷൻ ഓസിലേറ്റർ സർക്യൂട്ട്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എൻ അൾട്രാ ഹൈ സ്പീഡ് സ്വിച്ച് യൂസ്ഡ് ഇൻ FM റിസീവേഴ്സ്. അപ്പോൾ അത്തരം ഹൈ സ്പീഡ് ഓസിലേഷൻസും ഹൈ സ്പീഡ് സർക്യൂട്ട് സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ടണൽ ഡയോഡ് ഉപയോഗിക്കുന്നത്. ഇനി ട്രാൻസ്ഫേർഡ് ഇലക്ട്രോൺ ഡിവൈസസ് എന്ന് പറയുന്നത് ഗൺ ഡയോഡിൻ്റെ ഒരു എന്താ പറയുക, ഗൺ ഡയോഡിൻ്റെ ഓപ്പറേഷനിൽ വരുന്ന ഒരു ഫിനോമിനയാണ് ട്രാൻസ്ഫേർഡ് ഇലക്ട്രോൺ ഡിവൈസ്. അല്ലെങ്കിൽ അത്തരം ഒരുപാട് ഡിവൈസുകളുണ്ട്. ട്രാൻസ്ഫേർഡ് ഇലക്ട്രോൺ ഫിനോമിന കാണിക്കുന്ന ഒരുപാട് ഡിവൈസ് ഉണ്ട്. അതിലൊന്നാണ് ഗൺ ഡയോഡ്. ഗൺ ഡയോഡിൻ്റെ ഓപ്പറേഷൻ പറയുന്നതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ട്രാൻസ്ഫേർഡ് ഇലക്ട്രോൺ ഡിവൈസസ് എന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ അതിലൂടെ നമുക്ക് എന്താണ് ട്രാൻസ്ഫേർഡ് ഇലക്ട്രോൺ ഡിവൈസസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഗൺ ഡയോഡ് ഈസ് എ പാസീവ് സെമി കണ്ടക്ടർ ഡിവൈസ് വിത്ത് 2 ടെർമിനൽ. സാധാരണ നമ്മൾ ഡയോഡിനൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു പാസീവ് ഡിവൈസാണ് ഗൺ ഡയോഡ്. ഗൺ ഡയോഡ് ക്യാൻ ബി മെയ്ഡ് ഫ്രം മെറ്റീരിയൽസ് വിച്ച് കൺസിസ്റ്റിംഗ് ഓഫ് മൾട്ടിപ്പിൾ എന്താ പറയുക മൾട്ടിപ്പിൾ വാലീസ് വിച്ച് ഈസ് ഇനീഷ്യലി എംറ്റി ക്ലോസ്ലി സ്പേസ്ഡ് എനർജി വാലീസ്. അതായത് ഇനീഷ്യലി എംറ്റി ആയിട്ടുള്ള മൾട്ടിപ്പിൾ ക്ലോസ്ഡ് സ്പേസ് ആയിട്ടുള്ള എനർജി വാലീസിന് അടങ്ങിയിരിക്കുന്ന ഒരു മെറ്റീരിയലാണ്, അല്ലെങ്കിൽ അത്തരം മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഗൺ ഡയോഡ് ഉപയോഗിക്കുന്നത്.
എന്താണ് വിച്ച് കൺസിസ്റ്റ് ഓഫ് എ മൾട്ടിപ്പിൾ ഇനിഷ്യലി empty closed spaced energy values in their conduction band like gallium arsenide, indium phosphide, gallium nitride, cadmium telluride, cadmium sulfide, indium arsenide, indium antimonide, and zinc selenide. ഇങ്ങനെയുള്ള മിശ്രിതങ്ങൾ അതായത് കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഗൺ ഡയോഡ് ഉപയോഗിക്കുന്നത്. എന്താണ് ഈ സെമി കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത? ഇതിൻ്റെ കണ്ടക്ഷൻ ബാൻഡിൽ 2 എനർജി ലെവൽ, സെപ്പറേറ്റ് 2 എനർജി ലെവൽസ് ഉണ്ടായിരിക്കും. ഒന്നിനെ അത് രണ്ടും വളരെ ക്ലോസ്ഡായിരിക്കും. പക്ഷേ രണ്ട് എനർജി ലെവലിലായിരിക്കും ഈ 2 വാല്യൂസ് ഇരിക്കുന്നത്. അതായത് സാധാരണ നമ്മൾ പി എൻ ജംഗ്ഷൻ നമുക്കൊരു വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡ് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. പക്ഷേ എന്നാൽ ഗൺ ഡയോഡിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ട്രാൻസ്ഫേർഡ് ഇലക്ട്രോൺ ഡിവൈസസിന് അതിൻ്റെ ഒരു ബാൻഡ് ഡയഗ്രാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് 3 റീജിയൻ കാണാം. വാലൻസ് ബാൻഡ് കാണാം, അതോടൊപ്പം തന്നെ കണ്ടക്ഷൻ ബാൻഡ് കാണാം. കണ്ടക്ഷൻ ബാൻഡ് തന്നെ 2 സെപ്പറേറ്റ് വാല്യൂസ് കാണാം, ഒരു ലോവർ വാല്യൂസും ഒരു ഹയർ വാല്യൂസും. 2 ഡിഫറൻറ്റ് എനർജി ലെവൽസാണ് ഉണ്ടാവുക. മാത്രമല്ല ആ 2 വാല്യൂസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വാല്യൂയിൽ ഉണ്ടാകുന്ന ഇലക്ട്രോണിക്സിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ മാസ് കുറവായിരിക്കും, പക്ഷേ വെലോസിറ്റി കൂടുതലായിരിക്കും. എന്നാൽ അതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന വാല്യൂസിന് അല്ലെങ്കിൽ അപ്പർ വാല്യൂസിലുള്ള ഇലക്ട്രോണിക്സിൻ്റെ മൊബിലിറ്റി വളരെ കുറവും, മാസ് വളരെ കൂടുതലും മൊബിലിറ്റി വളരെ കുറവായിരിക്കും അല്ലേ. മൊബിലിറ്റി വളരെ കുറവും മാസ് വളരെ കൂടുതലുമായിരിക്കും. അതാണ് ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫേർഡ് ഇലക്ട്രോൺ ഡിവൈസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നോക്കി അതിൻ്റെ ഗൺ ഡയോഡിൻ്റെ ഒരു സ്ട്രക്ചറാണിത്. അതായത് ഒരു ലൈറ്റ്ലി ഡോപ്ഡ് ആയിട്ടുള്ള ഒരു ആക്റ്റീവ് ലെയർ ഉണ്ട്, അതിനെ നമ്മൾ എൻ റീജിയൻ എന്ന് പറയും. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് N+ റീജിയൻസ്, ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള N+ റീജിയൻ. ഓക്കെ, അതിൽ ഒരു N+ റീജിയൻ എന്ന് പറയുന്നത് മറ്റ് N+ റീജിയനേക്കാൾ കുറച്ച് വലുതായിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റ്. അതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ഗൺ ഡയോഡ് ആൻഡ് സിംബൽ ഓഫ് ഗൺ ഡയോഡ്. ഇനി ഈ ട്രാൻസ്ഫേർഡ് ഇലക്ട്രോൺ ഡിവൈസിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന 2 തിയറി പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒന്നാണ് 2 വാല്യൂ മോഡൽ ഓഫ് N ടൈപ്പ് ഗാലിയം ആർസനൈഡ്. മറ്റേതെന്ന് വെച്ചാൽ RWH എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ മറ്റൊരു തിയറി കൂടിയുണ്ട്. പക്ഷേ നമുക്ക് ഇതാണ് 2 വാല്യൂ മോഡലാണ്. അതുപോലെ 2 വാല്യൂ മോഡലാണ് നമുക്ക് ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ എളുപ്പം 2 വാല്യൂ മോഡൽ ഓഫ് N ടൈപ്പ് ഗാലിയം ആർസനൈഡ്. അത് വെച്ചിട്ടാണ് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏറ്റവും എളുപ്പം. പക്ഷേ മറ്റേതാണെങ്കിൽ RWH എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കറണ്ട് ആൻഡ് വോൾട്ടേജ് കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ്. ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, ഓൺ അപ്ലൈങ് എ DC വോൾട്ടേജ് അക്രോസ് ദ ടെർമിനൽ ഓഫ് ദി ഗൺ ഡയോഡ്. ഓക്കെ, ഗൺ ഡയോഡിൻ്റെ ഒരു സ്ട്രക്ചർ അവിടെ കാണിച്ചിരിക്കുന്നത് കൺസ്ട്രക്ഷനാണ്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ N ടൈപ്പ്, N റീജിയൻ എന്ന് പറയുന്നത് കുറച്ചൊരു ഒരു ഏരിയ, കുറച്ച് വലിയൊരു ഏരിയ ആണ് ഇതിനുണ്ടാവുന്നത്. ഇതാണ് എൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ. നേരത്തെ കണ്ട പോലെ തന്നെ N ചെറുതാണ്, അതുപോലെ തന്നെ താഴെ കാണുന്ന N+ വളരെ ചെറുതാണ്. താഴെ ഒരു ഹീറ്റ് സിങ്ക് വെച്ചിട്ടുണ്ട്. ഹീറ്റ് സിങ്ക് എന്തിനാണെന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു 2 വാല്യൂ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡയഗ്രാം. ഓക്കെ, ഇത് വരച്ച് പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. On applying a DC voltage across the terminals of the gun diode, an electric field is developed across its layer. അല്ലേ, നമുക്കിവിടെ ഇതിൻ്റെ അക്രോസ് ഒരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ 2 ടെർമിനൽ നമ്മൾ A+ കൊടുക്കുന്നത്. പക്ഷേ അത് സ്വാഭാവികമായിട്ടും അത് ഏതിന് അക്രോസ് ആയിരിക്കും വരുന്നത്? ഈ N+ അല്ലെങ്കിൽ ഒരു ഫീൽഡിൻ്റെ അല്ലേ, ഈ ഒരു റീജിയൻ അക്രോസ് ആയിരിക്കും ആ ഫീൽഡ് വരുന്നത്. ഓക്കെ, ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡെവലപ്ഡ് അക്രോസ് ഇറ്റ്സ് ലെയർ. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ മൊത്തത്തിലുള്ളൊരു ബൾക്കിൻ്റെ അക്രോസ് ആയിട്ടൊരു വോൾട്ടേജ്, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം. മോസ്റ്റ് ഓഫ് വിച്ച് അപ്പിയേഴ്സ് അക്രോസ് ദ സെൻട്രൽ ആക്റ്റീവ് റീജിയൻ. അല്ലേ, നമുക്ക് അതിലെ മെജോറിറ്റിയും ഏതിന് അക്രോസ് ആയിട്ട് വരിക? നമ്മുടെ ഈ N ബഫർ ലെയറിന് അക്രോസ് ആയിരിക്കും അത് വരുന്നത്. ഓക്കെ, ഇനി നോക്കി ഇതിൻ്റെ ഡയഗ്രത്തിലേക്ക് ഞാൻ വരാം. ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇതും ചേർത്തൊന്ന് പറഞ്ഞു വെക്കാം. അപ്പോൾ നോക്കി, ഇവിടെ നമുക്ക് വാലൻസ് ബാൻഡ് ഉണ്ട്, ഇവിടെ കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്. അതിനെ വേർതിരിച്ചുകൊണ്ടൊരു ഫോർബിഡൻ ഗ്യാപ്പ് ഉണ്ട് അല്ലേ. ഫോർബിഡൻ ഗ്യാപ്പിൻ്റെ എനർജി ഗ്യാപ്പിൻ്റെ 1.43 ഇലക്ട്രോൺ വോൾട്ടാണ്. ഇതാണ് നമ്മുടെ ലോവർ വാല്യൂ, ഇത് അപ്പർ വാല്യൂ അല്ലേ. കണ്ടക്ഷൻ ബാൻഡിൽ തന്നെ 2 എനർജി ലെവൽസ് കാണിച്ചിട്ടുണ്ട്. ഇതിൽ മൊബിലിറ്റി 8000 cm² per വോൾട്ടേജ് ആണ്. എഫക്റ്റീവ് മാസ് എന്ന് പറയുന്നത് 0.0068 ആണ്.
അതേസമയത്ത് ഈ ഒരു റീജിയൻ എടുത്ത് വയ്ക്കുക, ഡെൽറ്റ ഇ എന്ന് പറയുന്ന 0.36 ഇലക്ട്രോൺ വോൾട്ട് ഡിഫറൻസിൽ നിൽക്കുന്ന ഈ ഒരു റീജിയണിൽ മൊബിലിറ്റി വളരെ കുറവാണ്. 180 cm² പെർ വോൾട്ടേജ് ആണ് ഉള്ളത്. എഫക്റ്റീവ് മാസ് എന്ന് പറയുന്നത് 1.2 ആണ്. 1.2 ആണ് എഫക്റ്റീവ് മാസ്. അപ്പോൾ നോക്കിയാൽ ഇവിടെ മാസ് കുറവ്, ഇവിടെ മാസ് കൂടുതൽ, ഇവിടെ മൊബിലിറ്റി കൂടുതൽ, ഇവിടെ മൊബിലിറ്റി കുറവാണ്. ഓക്കെ, ആ കൺസെപ്റ്റാണ് മനസ്സിലുണ്ടാവേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഇതിലേക്ക് വരാം. അപ്പോൾ ഇനീഷ്യൽ നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, കണ്ടക്ഷൻ ബാൻഡ് എന്നുള്ള ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് പതുക്കെ എങ്ങോട്ട് വരും, ഈ ലോവർ വാല്യൂയിലേക്ക് വരും. ലോവർ വാല്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അക്യുമുലേറ്റ് ചെയ്യും. വീണ്ടും നമ്മൾ ഒരു സപ്ലൈ കൂടുന്ന സമയത്ത്, അതിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് കൂടുന്ന സമയത്ത് സംഭവിക്കും, ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് വരും, ഈ അപ്പർ വാല്യൂയിലേക്ക് വരും. അപ്പർ വാല്യൂയിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കുക, ആ ഇലക്ട്രോണിക്സ് അതിൻ്റെ മൊബിലിറ്റി കുറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ ഇവിടേക്ക് വന്ന സമയത്ത് ഉണ്ടായിരുന്ന കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കില്ല. പിന്നെ ഇവിടുന്ന് ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കറണ്ട് ഫ്ലോ കുറഞ്ഞു. അതാണ് നമ്മൾ അടുത്തതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, an initial stage the conduction increases due to the movement of electrons from valence band into the lower value of the conduction band. അല്ലേ, ലോവർ വാല്യൂന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് നമ്മൾ ഇൻക്രീസ് ചെയ്യാണ് കറണ്ട്. ആഫ്റ്റർ റീച്ചിങ് എ certain threshold value VTH the conduction current through the Gunn diode decreases as shown by the curve. അല്ലേ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇലക്ട്രോൺസ് എല്ലാം കൂടെ എവിടേക്ക് എത്തും, ഈ പറയുന്ന അപ്പർ വാല്യൂയിലേക്ക് എത്തും. അപ്പർ വാല്യൂയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെ മൊബിലിറ്റി കുറഞ്ഞു, കറണ്ടിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഫ്ലോ കുറഞ്ഞു. This is because at a higher voltage the electrons in the lower value of the conduction band move into the higher value where their mobility decreases due to the increase in their effective mass. അതോടൊപ്പം തന്നെ എഫക്റ്റീവ് മാസ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. The reduction in mobility decreases the conductivity which leads to a decreases in the current flowing through the diode. അല്ലേ, അപ്പോൾ എന്ത് സംഭവിക്കും, കറണ്ട് ഫ്ലോ കുറഞ്ഞു, ഡയോഡിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ ഫ്ലോ കുറഞ്ഞു. ആസ് എ റിസൾട്ട് ദ ഡയോഡ് ഈസ് സെഡ് ടു എക്സിബിറ്റ് എ നെഗറ്റീവ് റെസൊണൻസ് റീജിയൻ. അപ്പോൾ നമ്മൾ എന്ത് പറയും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൺ ഡയോഡിലും എന്ത് വരുന്നുണ്ട്, ഒരു നെഗറ്റീവ് റെസൊണൻസ് റീജിയൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നെഗറ്റീവ് റെസൊണൻസ് റീജിയൻ. ആസ് എ റിസൾട്ട് സെഡ് ടു ബി എ നെഗറ്റീവ് റെസൊണൻസ് region spanning from peak point to valley point in the VA characteristics curve. This effect is called transferred electron effect. അതായത് ഇവിടുന്ന് എവിടേക്കാണ് പോകുന്നത്, ഇവിടുന്ന് ഇലക്ട്രോൺസ് ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രാൻസ്ഫേർഡ് ഇലക്ട്രോൺ എന്ന് വിളിക്കുന്നത്. ട്രാൻസ്ഫേർഡ് ഇലക്ട്രോൺ ഫിനോമിന എന്ന് പറയുന്നത്, ഇത്തരം ഈ ഫിനോമിന ഉള്ള ഡിവൈസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രാൻസ്ഫേർഡ് ഇലക്ട്രോൺ ഡിവൈസസ് എന്ന് വിളിക്കുന്നത്. ദിസ് എഫക്റ്റ് ഈസ് കോൾഡ് ട്രാൻസ്ഫേർഡ് ഇലക്ട്രോൺ എഫക്റ്റ് ആൻഡ് ദസ് ദ ഗൺ ഡയോഡ്സ് ആർ ആൾസോ കോൾഡ് ട്രാൻസ്ഫേർഡ് ഇലക്ട്രോൺ ഡിവൈസസ്. ഇനി ട്രാൻസ്ഫേർഡ് ഇലക്ട്രോൺ എഫക്റ്റ് ഈസ് ഓൾസോ കോൾഡ് ഗൺ എഫക്റ്റ് എന്ന് നമ്മൾ അങ്ങനെ വിളിക്കാറുണ്ട്. ആൻഡ് ഈസ് നെയ്മഡ് ആഫ്റ്റർ എന്താണ്, ജെ ബി ഗണ്ണാണിത് 1963 കണ്ടുപിടിച്ചത്. വിച്ച് ഷോഡ് ദാറ്റ് one could generate the microwave by applying a steady voltage across the chip of n-type gallium arsenide semiconductor. അപ്പോൾ ഈ ഒരു ഫിനോമിന നമ്മളൊരു ഗാലിയം ആർസനൈഡ് സെമികണ്ടക്ടർ ചിപ്പിൻ്റെ അക്രോസ് ഒരു DC വോൾട്ടേജ് കൊടുത്ത അല്ലെങ്കിൽ സ്റ്റഡി വോൾട്ടേജ് കൊടുത്ത സമയത്താണ് ഈ ഒരു സംഭവം, ഈ ഫിനോമിന JB ഗണ്ണ് 1963 കണ്ടത്. However, it is important to note that the material used to manufacture Gunn diode should not necessarily be of n-type as transferred electron effect holds good only for electrons and not for holes. ഈ കേസിൽ എന്ത് വരുന്നില്ല, ഹോൾസിൻ്റെ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. അവിടെ എന്ത് വരുന്നുള്ളൂ, ഇലക്ട്രോണിക്സിൻ്റെ ആവശ്യകത മാത്രമേ അവിടെ വരുന്നുള്ളൂ. മോറോവർ ആസ് എ ഗാലിയം ആർസനൈഡ് ഇസ് എ പുവർ കണ്ടക്ടർ. അല്ലേ, ഗാലിയം ആർസനൈഡ് പുവർ കണ്ടക്ടറാണ്. ഗൺ ഡയോഡ്സ് ജനറേറ്റ് എക്സസീവ് ഹീറ്റ് ദസ് ആർ യൂഷ്വലി പ്രൊവൈഡ് വിത്ത് എ ഹീറ്റ് സിങ്ക്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡയഗ്രത്തിൻ്റെ അകത്ത് നമ്മൾ ഹീറ്റ് സിങ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഹീറ്റ് സിങ്ക്, ഈ ഹീറ്റ് സിങ്ക് വെക്കാൻ കാരണതാണ് നമ്മുടെ ഈ ഗാലിയം ആർസനൈഡ് എന്ന് പറയുന്നത് ഒരു പുവർ കണ്ടക്ടറാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു ഹീറ്റ് ഇത് ഗൺ ഡയോഡിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഒരു എക്സസീവ് ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഹീറ്റ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ വിസ്റ്റാൻഡ് ചെയ്യാനാണ് നമ്മൾ ഹീറ്റ് സിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എ കറണ്ട് പൾസ് ട്രാവൽസ് അക്രോസ് ദ ആക്റ്റീവ് റീജിയൻ ഫ്രം കാഥോഡ് ടു ആനോഡ്
അറ്റ് മൈക്രോ ഫ്രീക്വൻസി വിച്ച് ഈസ് ഇനീഷ്യേറ്റഡ് അറ്റ് എ പർട്ടിക്കുലർ വോൾട്ടേജ് വാല്യൂ. അതായത് നമ്മൾ ഈ പറയുന്ന നെഗറ്റീവ് റെസൊണൻസ് റീജിയൻ ഉണ്ടാകുന്ന സമയം നമ്മൾ ഒന്നുകൂടെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ അതിൻ്റെ ബൾക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പിന്നെന്താ പറയുക അതിൻ്റെ സ്ട്രക്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബൾക്ക് സംഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കറണ്ട് നെഗറ്റീവ് റെസൊണൻസ് റീജിയൻ സംഭവിക്കുന്ന സമയത്ത് ഇതിൻ്റെ കാഥോഡിൽ ഒരു കറണ്ടിൻ്റെ പൾസ് ജനറേറ്റ് ചെയ്യപ്പെടുകയാണ്. ഒരു പൾസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. അത് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് സഞ്ചരിക്കും. ഈ കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് സഞ്ചരിക്കുന്ന സമയമാണ് ഈ പറയുന്ന വാലി പോയിൻ്റിൽ നിന്ന് അല്ലെങ്കിൽ പീക്ക് പോയിൻ്റിൽ നിന്ന് വാലി പോയിന്റിലേക്ക് എത്തിയെടുക്കാൻ സമയം. ഈ സമയം തന്നെയാണ് ശരിക്കും ഇതിലൂടെ ജനറേറ്റ് ചെയ്യുന്ന ഓസിലേഷൻ്റെ ഫ്രീക്വൻസി ഡിറ്റർമിൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് മൂവ്മെൻറ്റ് ഓഫ് കറണ്ട് പൾസ് അക്രോസ് ദ ആക്റ്റീവ് റീജിയൻ റെഡ്യൂസസ് ദ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് അക്രോസ് ഇറ്റ്. അതായത് ഒരു തവണ ഒരു കറണ്ട് പൾസ് അതിനകത്ത് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വോൾട്ട്, നേരത്തെ പറഞ്ഞല്ലോ ആ ത്രഷോൾഡ് വോൾട്ട് എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഈ പിന്നെ ബൾക്കിൻ്റെ, അതായത് നമ്മുടെ ഈ ഡയോഡിൻ്റെ ഈ മാനുഫാക്ചറിങ്ങിൻ്റെ അകത്ത് ഉണ്ടായിട്ടുള്ള ചില എന്താ പറയുക ചില ഇമ്പ്യൂരിറ്റീസ് കാരണം അതിൻ്റെ അകത്ത് ചെറിയൊരു സെക്ഷനിൽ ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ കറണ്ട് പൾസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു ഹൈ ഫീൽഡ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു വേണമെങ്കിൽ പറയാം. ആ ഹൈ ഫീൽഡിൻ്റെ കാരണം എന്ത് സംഭവിക്കുന്നു? ഒരു ചെറിയ വളരെ നാരോ റീജിയൻ ആയിരിക്കും ഉണ്ടാവുക. ഈ നാരോ റീജിയണ് ആ നാരോ റീജിയൻ നമ്മൾ എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ നാരോ റീജിയൻ ആ കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് അത് സഞ്ചരിക്കും. ഓക്കെ, ആനോഡിലേക്ക് സഞ്ചരിക്കും. അപ്പോൾ ആ ഈ നാരോ ബാൻഡ് ഉണ്ടായ സമയം മുതൽ എന്ത് സംഭവിക്കും? ഇതിൻ്റെ അക്രോസ് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ഒന്ന് കുറയും, അതുവരെ കുറയും. അതാണ് നമ്മൾ കണ്ട, അല്ലെങ്കിൽ ആ സമയത്ത് കറണ്ട് പിന്നെ കുറയുന്നത് കൊണ്ട്, ഇങ്ങനെ വോൾട്ടേജ് കുറയുന്നതുകൊണ്ട് തന്നെ ഫർദർ ഇതിൽ കറണ്ട് പൾസ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്, അല്ലെങ്കിൽ ഉണ്ടാവുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ കറണ്ട് എന്ത് സംഭവിക്കുന്നു? കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് സഞ്ചരിക്കും. അത് അവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുന്നു? കാഥോഡിൽ മറ്റൊരു പൾസ് ജനറേറ്റ് ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. ഈ ഒരു പ്രൊസീജിയർ അതോടൊപ്പം ഇതേ പ്രൊസീജിയറിനെ നമ്മളെ ഈ പറയുന്ന നെഗറ്റീവ് റെസൊണൻസ് റീജിയൻ നമ്മൾ വരച്ച് കാണിക്കുന്നത്. ഓക്കെ, രണ്ട് എന്താ പറയുക, രണ്ട് ഡൊമൈനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, വിച്ച് ഇൻ ടേൺസ് അവോയ്ഡ്സ് ദ ഇൻഫോർമേഷൻ ഓഫ് ഫർദർ കറണ്ട് പൾസ്. അല്ലേ, this movement of current pulse across the active region reduces the potential gradient across it, which in turn avoids the formation of further current pulses. The next current pulse can be generated only when the pulse previously generated reaches the far end of the active region. Far end എന്ന് പറയുന്നത് നമ്മുടെ ആനോഡാണ്. കാഥോഡിൽ നിന്ന് ആനോഡിലാണ് എത്തുന്നത്. ഇൻക്രീസ് ഇൻ ദ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് വൺസ് അഗെയിൻ. വീണ്ടും എന്ത് സംഭവിക്കുന്നു? ആ പൾസ് ആനോഡിൽ എത്തിച്ചേരുന്ന സമയം തന്നെ സംഭവിക്കും വീണ്ടും പിന്നെ അവിടെ എടുക്കുമെന്ന് വേറെ ഒന്നും ഇല്ലല്ലോ, അതിന് തടയാനൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ഇലക്ട്രിക് ഫീൽഡ് ആണ് കൂടും. അല്ലേ, അവിടെ അതിൻ്റെ അക്രോസിൽ ഇലക്ട്രിക് ഫീൽഡ് കൂടുന്നു. വീണ്ടും കാഥോഡിൽ ഒരു പൾസ് ഒരു ഹൈ ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നു. അത് ആനോഡിലേക്ക് ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നു. വീണ്ടും അവിടെ ആ ഒരു പ്രൊസീജിയറിൽ ഈ ഫ്ലോ ചെയ്യുന്ന സമയത്ത് കറണ്ട് ഫ്ലോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വളരെ കുറവായിരിക്കും. കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ആ കറണ്ട് പൾസ് അവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കൂടുന്നു. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പറയുന്ന ഈ നെഗറ്റീവ് റെസൊണൻസ് റീജിയൻ ഉണ്ടാകുന്നു. തിരിച്ചിങ്ങോട്ട് തന്നെ വരുന്നു. വീണ്ടും നെഗറ്റീവ് റെസൊണൻസ് റീജിയൻ ഉണ്ടാകുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ഓസിലേഷൻ മോഡ് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, this indicates that the time taken by the current pulse to traverse across the active region decides the rate at which the current pulse are generated and thus fixes the operational frequency of the Gunn diode. അല്ലേ, അതാണ് ആ ഗൺ ഡയോഡിൻ്റെ ഫ്രീക്വൻസിയെ തീരുമാനിക്കുന്നത്. എന്താണ്? across the active region decides the rate at which the current pulses are generated and thus fixes the operational frequency of the Gunn diode. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. Thus, in order to vary the oscillation frequency, one has to vary the thickness of the central active region. നമുക്ക് എന്താണ് ഇതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ തിക്നെസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? അതിൽ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി നമുക്ക് വേരി ചെയ്യാൻ കഴിയും. Further, it is to be noted that the nature of negative resonance exhibited by the Gunn diode enables to work both amplifier and oscillator. നമ്മൾ ടണൽ ഡയോഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. The advantages of Gunn diode lies in fact that they are
ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് മൈക്രോവേവ്. ഓക്കെ, മൈക്രോവേവിൻ്റെ വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു സോഴ്സാണ് ഈ ഗൺ ഡയോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ റേഡിയേഷനിൽ ഈ ഒരു ഡിവൈസിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ കോമ്പാക്റ്റ് ഇൻ സൈസാണ്, ഓപ്പറേറ്റ് ഓവർ എ ലാർജ് വൈഡ് ബാൻഡ് വിഡ്ത്ത് ആൻഡ് പോസസ് ഹൈ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി. എന്നിരുന്നാലും ദ റൺ ഓൺ എ വോൾട്ടേജ് ഇസ് ഹൈ, അല്ലേ, ദർ ടേൺ ഓൺ വോൾട്ടേജ് ഇസ് ഹൈ. അതായത് നമ്മൾ ഈ സംഭവം ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹൈ വോൾട്ടേജ് കൊടുക്കണം, പക്ഷേ കറണ്ട് എന്താണ് വളരെ കുറവായിരിക്കും. ഈസ് ഓർ ലെസ് എഫിഷ്യൻറ്റ് ബിലോ 10 GHz. 10 GHz താഴെ അതിൻ്റെ എഫിഷ്യൻസി വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ആൻഡ് എക്സിബിറ്റ്സ് പുവർ ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റി. എന്നിരുന്നാലും ഗൺ ഡയോഡ്സ് ആർ വൈഡ്ലി യൂസ്ഡ്. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗൺ ഡയോഡ് വളരെ വൈഡായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. ഇൻ ഇലക്ട്രോണിക് ഓസിലേറ്റേഴ്സ് ടു ജനറേറ്റ് മൈക്രോവേവ് ഫ്രീക്വൻസീസ്, ഇൻ പാരാമെട്രിക് ആംപ്ലിഫയേഴ്സ് ആസ് എ പമ്പ് സോഴ്സസ്, ഇൻ പോളിസ്റ്റ് റഡാറുകളിൽ ഉപയോഗിക്കുന്നു, ആസ് എ സെൻസർ ഇൻഡോർ ഡോർ ഓപ്പണിംഗ് സിസ്റ്റം, സെൻസേഴ്സ് ഇൻ ഡോർ ഓപ്പണിംഗ് സിസ്റ്റംസ്, ട്രസ്പാസ് ഡിറ്റക്റ്റിംഗ് സിസ്റ്റം, പെഡസ്ട്രിയൻ സേഫ്റ്റി സിസ്റ്റം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഈ പറയുന്ന ഗൺ ഡയോഡ് ഉപയോഗിക്കുന്നുണ്ട്. ആസ് എ സോഴ്സ് ഫോർ മൈക്രോവേവ് ഫ്രീക്വൻസീസ് in automatic door openers, traffic signal controllers, etc. In microwave receiver circuits, in radio communication, in military systems, remote vibration detectors, tachometers, ultrasound അല്ലെങ്കിൽ അൾട്രാസോണിക് മുതൽ നമുക്ക് അതിന് സ്പീഡ് മെഷർ ചെയ്യാനുള്ള ഉപകരണങ്ങളാണ് ടാക്കോമീറ്റർ, അതിൽ ഉപയോഗിക്കുന്നുണ്ട്. പൾസ്ഡ് ഗൺ ഡയോഡ് ജനറേറ്റർ, മൈക്രോ ഇലക്ട്രോണിക്സ് ആസ് എ കൺട്രോൾ എക്യുപ്മെൻറ്റ്, റഡാർ സ്പീഡ് റിഗൺസ് ആസ് എ മൈക്രോവേവ് റിലേ, ഡാറ്റ ലിങ്ക് ട്രാൻസ്മിറ്റേഴ്സ് ഇൻ കണ്ടിന്യൂസ് വേവ് ഡോപ്ലർ റഡാർസ്. ഓക്കെ, ഇപ്പം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഈ ഗൺ ഡയോഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ലെക്ചർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻ്റ് ആയിട്ട് ഇടുകയോ ചെയ്യാം, ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നേരിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.